മത്സരം ആരംഭിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ മലയാളി മംഗ മത്സരം കണ്ടതല്ലേ? അതേ ഫോർമാറ്റിലായിരിക്കും നമ്മൾ ഈ മത്സരം നടത്തുക. ഓരോരുത്തരായി മുൻപോട്ട് കടന്നു വരിക, പേര് പറയുക. നിങ്ങൾക്ക് റാംബോക്ക് വേണോ? ആയിക്കോട്ടെ, ഓക്കെ. അപ്പൊ റാംബോക്ക് ഇരിക്കും. സോറി, മ്യൂസിക് ഉണ്ടാവും. ഒരു ചെറിയ റാംബോക്ക്, ഒരു ചെറിയ ചോദ്യം ഉത്തരം, കഴിഞ്ഞു. അത്രേ ഉള്ളൂ, ചെറിയ പരിപാടി. ഓക്കെ, മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. 2 ജഡ്ജസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. നേരത്തെ ഒരു ജഡ്ജസ് പിന്മാറി, ഭർത്താവ് മത്സരിക്കുന്നുണ്ട്. ഓക്കെ, അത്രയ്ക്ക് സുതാര്യമായിട്ടാണ് നമ്മൾ ഈ മത്സരം നടത്തുന്നത്. ഓക്കെ, അപ്പൊ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യത്തെ മത്സരാർത്ഥി, പ്ലീസ് കം ടു ദി സ്റ്റേജ്. നല്ലൊരു കൈയ്യടി കൊടുക്കുക, കൈയ്യടി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക. ഹായ് എവറി വൺ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഡാൻഡിൽ ജോർജ്. നാട്ടിൽ എറണാകുളത്താണ്, കൊച്ചിയിൽ. ഫസ്റ്റ് ടൈമാണ് മലയാള KMA അസോസിയേഷൻ്റെ ഒരു പരിപാടിക്ക് വരുന്നത്. ഹാപ്പി ടു ബി ഹിയർ വിത്ത് യു ഗൈസ്. മ്യൂസിക് പ്ലീസ്. നല്ല കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു ഡാൻഡിൽ. ഡാൻഡിലിനോടുള്ള ക്വസ്റ്റ്യൻ ഇവിടെ എടുക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പഴയ പേടിയാവുന്നു. പേടിക്കണം. ഓർമ്മകളിലെ മധുരമായ ഒരു ഓണം ഞങ്ങളുമായി പങ്കുവയ്ക്കുക. വളരെ ക്ലീശ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഉത്തരവ് അതുപോലെ തന്നെ ക്ലീശ ആവാനാണ് സാധ്യത. സോ ബെയർ വിത്ത് മീ. പണ്ടത്തെ ഓണമാണ്, ഇപ്പം നാട്ടിലത്തെ ഓണം. അതിനെപ്പറ്റി പറയാൻ വേണ്ടി വരുമ്പോൾ ആദ്യം തന്നെ ഓർമ്മ വരുന്നത് പൂക്കളം, സദ്യ, വീട്ടുകാരുമായിട്ടുള്ള ഒത്തുകൂടൽ, കസിൻസ്, ഗ്യാങ്ങടി, അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ചുകൂടി ഓർമ്മയിൽ നിൽക്കുന്ന മധുരമായ ഓർമ്മ എന്ന് പറയുന്നത് ഓണം അവസാനിക്കാൻ നേരത്ത് ഫ്രണ്ട്സുമായി ഒത്തുചേർന്ന് ഞങ്ങൾ നടത്തുന്ന വള്ളം കളിയാണ്. അപ്പം അതാണ് ഇപ്പം പെട്ടെന്ന് ചോദിക്കാൻ നേരത്ത് ഓർമ്മയിൽ വരുന്ന മധുരമായൊരു മെമ്മറി. താങ്ക് യു ഡാൻഡിൽ. താങ്ക് യു. താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ ആൻസർ. നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ് പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നാട്ടിൽ ഞാൻ തൊടുപുഴയാണ് സ്ഥലം. ഇവിടെ PSW ആയിട്ട് ജോലി ചെയ്യുന്നത് ഇപ്പോൾ. ഓക്കെ ജെറിൻ, ഇറ്റ്സ് ടൈം ഫോർ യു റാംബോ. മ്യൂസിക് പ്ലീസ്. ഇതിനു വേണ്ടിയുള്ള ചോദ്യം. നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു പുരുഷനിൽ ആകർഷിക്കപ്പെടുന്ന 3 സ്വഭാവ ഗുണങ്ങൾ പറയുക. അതറിയാമായിരുന്നെ ഞാൻ ആദ്യം ആകർഷിപ്പിച്ചാണ് ആരെ. എന്നാലും ഒന്ന് ആകർഷിപ്പിക്കാൻ ശ്രമിക്കൂ. ഇനിയെങ്കിലും ആകർഷിപ്പിക്കട്ടെ. നല്ല വ്യക്തിത്വം, നല്ല ഒരു സംസാര രീതി, മേ ബി നമ്മുടെ ഫിറ്റ്നസ്, ശാരീരിക നമ്മൾ കീപ്പപ്പ് ചെയ്യുന്നത്, പിന്നെ നമ്മൾ പെരുമാറുന്നത്, അതാണ് ഇത് 3 എൻ്റെ അഭിപ്രായം. താങ്ക് യു ജിലിൻ. താങ്ക് യു. നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ്.
എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിതിൻ. ഞാനൊരു തനി തൃശ്ശൂരുകാരനാണ്. ഇതെൻ്റെ ഇവിടുത്തെ രണ്ടാമത്തെ ഓണമാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പ്രവീൺ, മ്യൂസിക് പ്ലീസ്. നിങ്ങൾക്കുള്ള ചോദ്യം, എന്താണ് ഓണം? നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കുക. കഴിഞ്ഞ കൊല്ലം ഞാനിവിടെ ഓണത്തിന് വന്നു കഴിഞ്ഞപ്പോൾ അനീഷേട്ടൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമ്മുടെ മാവേലിയുടെ പേരെന്താണ്. അതുപോലും അറിയാതെയാണ് നമ്മളിൽ പലരും ഇവിടെ ഓണം കൂടാൻ വന്നിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ഓണം എന്ന ഒരു ആഘോഷത്തിന് പുറമെ അതൊരു ആഘോഷമാണ്. നമ്മളിൽ പലരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഹിന്ദുവായിട്ടോ ക്രിസ്ത്യനായിട്ടോ മുസ്ലിമായിട്ടോ അല്ല. നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് മലയാളികളായിട്ടാണ്, അല്ലെ? അപ്പൊ എല്ലാ മലയാളികളും ഒത്തുചേർന്ന് ആദ്യം കൈയടിച്ച്, ഇതാണ് നമ്മുടെ ശക്തി. അപ്പൊ ഇവിടെ മതമില്ല, പൊളിറ്റിക്സ് ഇല്ല, വേറെ ഒന്നുമില്ല. നമ്മൾ ചെറുപ്പം മുതലേ, എനിക്ക് ആരും ഓണം എന്താന്ന് പറഞ്ഞു തന്നിട്ടില്ല. എനിക്ക് അറിയാവുന്നത് പണ്ടൊരു രാജാവുണ്ടായിരുന്നു, 3 അടി മണ്ണ് ചോദിച്ചു, കൊടുത്തു, പെട്ടു. ഇത് മാത്രമേ എനിക്ക് അറിയാവുന്നുള്ളൂ. നമ്മളിൽ പലർക്കും അത് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഓണം എന്നുള്ളത്, ഓണത്തിന്റെ എല്ലാം അറിഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് ആഘോഷിക്കാനുള്ളൊരു മനസ്സ് നമ്മളെല്ലാവരും ഒത്തുചേരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. അതുകൊണ്ടാണ് കേരളം എന്നൊരു ചെറിയ സംസ്ഥാനത്ത് കിടക്കുന്ന നമ്മൾ കാനഡയിൽ ഇവിടെ വന്നിട്ട് കിങ്സ്റ്റണിൽ ഇത്രയും മനോഹരമായി ഒത്തുചേർന്നിരിക്കുന്നത്. അപ്പോൾ ഓണത്തിനേക്കാൾ ഉപരി ആഘോഷങ്ങൾക്കാണ് പ്രാധാന്യം. എല്ലാം അറിഞ്ഞിട്ട് വേണ്ട ഒരു സംഭവം ആഘോഷിക്കാനുള്ള ഒരു മനസ്സ് മാത്രം മതി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. താങ്ക് യു. Thank you, Nitin. Thank you. Next participant, please. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അജോ. ഞാൻ കേരളത്തിൽ വയനാടാണ്. എൻ്റെ ഇവിടുത്തെ 7ാമത്തെ ഓണമാണ് കിങ്സ്റ്റണിൽ. Music, please. അജയ്ക്ക് വേണ്ടിയുള്ള ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. മറ്റ് മത്സരാർത്ഥികളിൽ നിന്നും താങ്കളെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? വളരെ നല്ലൊരു ചോദ്യമാണ്. ഇതിനെ ഏത് രീതിയിൽ സമീപിക്കണം എന്നെനിക്ക് വ്യക്തമായ ഒരു ഐഡിയ ഇല്ല. അപ്പം ഇവിടെ എന്നെ കൂടാതെ 10 പേര് കൂടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മിനിറ്റ് എനിക്ക് ആലോചിക്കണം. കാരണം ഇത് തന്നെയായിരിക്കാം. പുറകിൽ നിന്ന് എൻ്റെ അഭിപ്രായമാണ് വേണ്ടത്. എന്നാലും പുറകിൽ നിന്ന് വന്ന ഒരു ഉത്തരമാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഷർട്ടാണ്. ഈ ഷർട്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖമായ കല്യാൺ സിൽക്സ് എന്ന് പറയുന്ന കടയിൽ നിന്ന് കൈത്തിരിയായിട്ട് നെയ്തെടുത്ത ഷർട്ടാണ്. ഇത് വളരെ റയറായിട്ട് ഉണ്ടാക്കുന്ന, അവർ ഒറ്റ പീസേ ഉണ്ടാക്കുള്ളൂ. ആ ഒരു പീസിൽ ഒരു പീസാണ് ഇത്. അപ്പം ആ ഷർട്ട് തന്നെയായിരിക്കാം ഈ മത്സരാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഇത് എൻ്റെ അഭിപ്രായമല്ല, പുറകിൽ നിന്ന് സ്വീകരിച്ചൊരു അഭിപ്രായമാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ അജോയെ വ്യത്യസ്തമാകുന്ന മനസ്സിലായില്ലേ? തള്ളു. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ് പ്ലീസ്. ഹലോ, കിങ്സ്റ്റണിലെ എല്ലാ മലയാളികൾക്കും നമസ്കാരം. എൻ്റെ പേര് കിഷോർ. ഞാൻ പാലയിൽ നിന്ന് വരുന്നു. 1 വർഷമായി കിങ്സ്റ്റണിൽ വന്നിട്ട്. മലയാളി എന്ന് പറയുന്നത് ഒരു വികാരമാണ് എവിടെ ചെന്ന് കഴിഞ്ഞാലും. അപ്പം എല്ലാവരെയും കണ്ടതിൽ ഒത്തിരി സന്തോഷം.
മ്യൂസിക് പ്ലീസ് പ്രവീൺ. കിഷോറിന് വേണ്ടിയുള്ള ചോദ്യം എടുക്കുകയാണ്. ഓക്കെ, ടഫായിട്ട് ചോദ്യം തരണേ. കല്യാണം കഴിച്ചാണോ? ഉറപ്പായിട്ടും. ട്രോഫി ഇരിപ്പുണ്ടോ അവിടെ? ഒരു ട്രോഫി, രണ്ട് ട്രോഫി? ഒരു ട്രോഫി. ഒറ്റ ട്രോഫി. ഈ സമയമുണ്ട്. ഓക്കെ, ഒരു കുടുംബത്തിലെ അച്ഛൻ എന്ന നിലയിൽ ആ കുടുംബനാഥൻ എന്ന രീതിയിൽ താങ്കളുടെ ഉത്തരവാദിത്വം. ഒന്നുകൂടി പറയാമോ? ഓക്കെ. ഒരു കുടുംബനാഥൻ എന്ന രീതിയിൽ താങ്കളുടെ ഉത്തരവാദിത്വം. ചെറുതായിട്ട്. ഇല്ലില്ല, പതിരിയിട്ടില്ല. ഉത്തരവാദിത്വം കുടുംബനാഥൻ എന്നുള്ള രീതിയിൽ നല്ലപോലെ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ഭാര്യയുണ്ട്. അത് കാരണം അതുകൊണ്ട് ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടില്ല. ഞങ്ങള് കോളേജിൽ 5 വർഷം കണ്ടുമുട്ടിയതിന് ശേഷമാണ് കല്യാണം കഴിച്ചത്. അതുപോലെ തന്നെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു കൂടെ താമസിക്കുന്നു എന്നുള്ളൊരു ഫീല് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ പാർട്ടും പുള്ളിക്കാരിയുടെ പാർട്ടും ചെയ്യുന്നുണ്ട്. അത് കാരണം എനിക്ക് തോന്നുന്നു ഞാനല്ല പറയേണ്ടത് എൻ്റെ കുടുംബ ഉത്തരവാദിത്വം എത്രമാത്രം ഞാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഡിവോഴ്സും പ്രശ്നങ്ങളൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് അത് നന്നായി പോകുന്നു എന്ന് കരുതുന്ന സോഫ. അപ്പം അതാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ഓക്കെ കിഷോർ, വളരെ സന്തോഷകരമായിട്ട് നിങ്ങളുടെ കുടുംബജീവിതം പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സജു എന്നാണ്. ഞാൻ കേരളത്തിൽ വയനാട്ടിൽ നിന്ന് വരുന്നു. പിന്നെ കിങ്സ്റ്റണിൽ ഞാൻ ഏറ്റവും ഉള്ളത് പാർട്ടിസിപ്പൻറ്റിൽ വെച്ചിട്ട് ഞാൻ ഏറ്റവും പുതിയ ആളായിരിക്കും. ഇവിടെ വന്നിട്ട് 1 മാസം ആവുന്നുള്ളൂ. ഞാൻ എഡ്മണ്ടിൽ നിന്ന് മൂവ് ചെയ്ത് ഇങ്ങോട്ട് വന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. Saju, it's time for your Rambo. Praveen, music please. സജയ്ക്ക് വേണ്ടിയുള്ള ചോദ്യം ഇവിടെ എടുത്തിട്ടുണ്ട്. കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചതാണോ? കല്യാണം കഴിച്ചാണോ? കുട്ടികളുണ്ടോ? കുട്ടികൾ ഒരാളുണ്ട്. വെരി ഗുഡ്. കുട്ടികളുടെ സ്വഭാവ വളർച്ചയിൽ ഒരു അച്ഛനുള്ള പങ്ക് എന്താണ്? യെസ്, താങ്ക് യു. നല്ലൊരു ചോദ്യമാണ്. മക്കള് നമ്മളെ കണ്ടു വേണം പഠിക്കണം എന്നൊക്കെയാണ് പറയണത്. പക്ഷെ സത്യത്തിൽ എന്നെ കണ്ടുപഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വളരെ മോശപ്പെട്ട ഒരാളായിരിക്കും. ഒരു മാതാപിതാക്കൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ അപ്പൻ എന്ന നിലയിൽ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ അപ്പനുള്ള പങ്ക് വളരെ വലുതാണ്. ചെറുപ്പത്തിൽ തൊട്ട് അവരെ ഓരോ കാര്യത്തിലൊക്കെ ഇടപെട്ട് അവരെ കൈപിടിച്ച് നടത്തി മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ അപ്പനും അമ്മയ്ക്കും ഒരേപോലെ ഒരു തുല്യമായിട്ടുള്ള പങ്കുണ്ട്. അപ്പം അപ്പൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ കൊച്ചിന് ഞാൻ നല്ല വഴികൾ കാണിച്ചു കൊടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എനിക്ക് ആവാൻ പറ്റാത്തോ ഇല്ലെങ്കിൽ നമ്മുടെ കുറവുകളൊക്കെ കണ്ട് അതിൽ നിന്ന് മാറ്റി അവരെ നല്ലൊരു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. താങ്ക് യു. താങ്ക് യു സജു. നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ്. എൻ്റെ പേര് ഹവൻ. കിങ്സ്റ്റണിൽ വന്നിട്ട് 3 കൊല്ലമായി. ഇവിടെ ഒരു സ്കൂൾ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നു. തൃശ്ശൂർക്കാരനാണ്. പാരൻസ് എല്ലാം അങ്കമാലി സെറ്റിൽഡാണ്. താങ്ക് യു. മ്യൂസിക് പ്ലീസ്. അവനുള്ള ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സമൂഹത്തിന് വേണ്ടിയുള്ള ചോദ്യമാണ്. സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന 1-2 കാര്യങ്ങൾ പറയുക.
എന്തെങ്കിലും അനീതിയെക്കുറിച്ച് സംസാരിക്കും. ഒരു ഉദാഹരണം വെച്ച് തന്നെ തുടങ്ങുകയാണ്. നമ്മളെല്ലാവരും കേരളത്തിൽ ഭൂരിപക്ഷം ആളുകളും ഇവിടെ കേരളത്തിൽ ജനിച്ചു വരുന്നവരാണ്. അതിനുശേഷം ഇവിടെ വന്നു, നമ്മുടെ ക്യാരക്ടറിൽ വ്യത്യാസം വരുന്നു. ദാറ്റ്സ് ഓൾ ഗുഡ്. ഒരു സിമ്പിളായ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ ഒരു വേസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മളത് പുറത്തേക്ക് വലിച്ചെറിയാൻ നമുക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മളത് ചെയ്യില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഉള്ളൊരു മറുപടി നിങ്ങളെല്ലാവരുടെയും പേഴ്സണൽ ചോയ്സാണ്. നമ്മൾ നാട്ടിലിരുന്നപ്പോൾ ഞാനാണെങ്കിലും ഞാൻ ഒരിക്കലും ചെയ്തില്ല എന്നൊന്നും പറയാനുള്ള, ഞാൻ വണ്ടിയിൽ പോകുമ്പോഴാണെങ്കിലും നമ്മൾ കഴുകാറുണ്ട്, പുറത്തേക്ക് വേസ്റ്റുകൾ ഇടാറുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ട്. 100% ഞാനൊരു തൈക മനുഷ്യനൊന്നുമല്ല, അതുകൊണ്ട് ഞാനും ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്നും എനിക്കറിയാം. പക്ഷെ നമ്മൾ വേറൊരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ നമ്മളത് മാറ്റി, അല്ലെങ്കിൽ മാക്സിമം മാറ്റാൻ ശ്രമിച്ചു. അത് ചിലപ്പോൾ ഫൈൻ ഉള്ളതുകൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കും എന്ന് വെച്ചിട്ടാവാം. പക്ഷെ അതൊരിക്കലും ഒരു കൺട്രി ബേസ്ഡ് ആവരുത്. അതെല്ലാം അവനവൻ്റെ പേഴ്സണൽ ചോയ്സ് ആയിരിക്കണം. നമ്മുടെ നാട്ടിലായിക്കോട്ടെ, അത് വേറെ രാജ്യത്തായിക്കോട്ടെ, കാനഡയിലായിക്കോട്ടെ, അത് അവനവൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് കൊണ്ട് മാത്രമാണ് ശരിയാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. താങ്ക് യു ഹമീദ്, താങ്ക് യു. നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ് പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബിറ്റോ, ആരാധകര് ശാന്തരാകുവി. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ് വീട്. കിങ്സ്റ്റണിൽ വന്നിട്ട് 3 കൊല്ലമാകുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. ബിറ്റു, ഇറ്റ്സ് ടൈം ഫോർ യുവർ റാംബോ മ്യൂസിക് പ്ലീസ്. ഞാനും തൃശ്ശൂർ പൂരം കാണാൻ. ബിറ്റുവിനുള്ള ചോദ്യമാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഓണങ്ങളുണ്ട് അല്ലേ? പണ്ടത്തെ ഓണവും അല്ലെങ്കിൽ ബിറ്റുവിന്റെ ചെറുപ്പത്തിലുള്ള ഓണവും ഇപ്പോഴത്തെ ഓണവും തമ്മിലുള്ള വ്യത്യാസം. ചെറുപ്പത്തിലൊരു പ്രായം വരെ നമ്മൾ നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുമായിരുന്നു. പിന്നെ അങ്ങോട്ട് ഒരിടകാലം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രത്യേകതര തിരക്കിൽ പെട്ട് പോകുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ കാനഡയിൽ വരുന്നതിനൊരു കുറെ കാലം ഓണം ഇത്ര ഭംഗിയായിട്ട് ആഘോഷിച്ചത് ഇവിടെ ഇങ്ങനെയാണ്. ഇതിപ്പോ കിങ്സ്റ്റണിലെ തന്നെ 5ാമത്തെ ഓണാഘോഷ പരിപാടിയാണ്. ഓണാഘോഷിച്ച് മടുത്തു. സദ്യ കഴിച്ച് ചാണകം ഇടാറായ അവസ്ഥയാണ്. അത്രയും നല്ല രീതിയിലാണ് ഇപ്പോഴത്തെ ഓണാഘോഷം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാലം മാറുന്നതനുസരിച്ച് പണ്ടത്തെ ഓണവും അതിൻ്റെതായ സാഹചര്യത്തിൽ നല്ലതായിരുന്നു. ഇപ്പോഴത്തെ ഓണം ഇപ്പോഴത്തേതായ സാഹചര്യം നല്ലതാണ്. നമുക്ക് ഒരിക്കലും പണ്ടത്തെ ഇപ്പോഴത്തെ തമ്മിൽ കമ്പയർ ചെയ്യാൻ ഒരു രീതിയിലും സാധിക്കില്ല. താങ്ക് യു. താങ്ക് യു. നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ് പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രിൻസ് എന്നാണ്. എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആദ്യം എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. ഞാൻ കിങ്സ്റ്റണിൽ വന്നിട്ട് ഇപ്പം 3 വർഷമാകുന്നു. ഇപ്പം 3ാമത്തെ വർഷം ഓടിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു. മ്യൂസിക് പ്ലീസ്. ഓക്കെ ഫ്രണ്ട്സ്, ഒരു ചോദ്യം കൂടി. ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു? നല്ലൊരു ചോദ്യമാണ്. ഭയങ്കര എളുപ്പമുള്ളൊരു ചോദ്യം തന്നെയാണ്. ഭാഗ്യം. അച്ചാർ അവിടെ സൈഡിൽ നിൽക്കട്ടെ. പക്ഷേ എനിക്കിഷ്ടമുള്ളത് പായസം തന്നെയാണ്. മധുരം എനിക്കൊരു വീക്ക്നെസ് ആണ്. എല്ലാവരും പഞ്ചസാര എന്ന് പറയും, പക്ഷേ മധുരം എനിക്കൊരു വീക്ക്നെസ് ആണ്. എനിക്ക് പായസം കുടിക്കാനാണ് ഇഷ്ടം കൂടുതൽ. ഏറ്റവും കൂടുതൽ ഇവിടെ ഞാൻ ചോക്ലേറ്റ്സ് കഴിക്കും, എല്ലാം കഴിക്കും. അതിൻ്റെ കൂടെ സദ്യ എല്ലാം കഴിച്ചിട്ടുണ്ട്. നല്ല എരിവും പുളിവും
ഉള്ള എല്ലാം കഴിച്ചിട്ട് അച്ചാറും തൊട്ട് നോക്കിയിട്ട് ഏറ്റവും അവസാനം കഴിക്കുന്ന അതേ ഇലയിൽ പായസം ഒഴിച്ച് കുറച്ച് എരിവും പൊടിയുമൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ മുകളിലൊരു പഴവും കുറച്ച് പപ്പടം ഇട്ട് ഇളക്കി കൊണ്ട് കഴിച്ചു കഴിഞ്ഞുണ്ടല്ലോ, എൻ്റെ സാറേ ഒരു രക്ഷയില്ല. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അതാണ്. അപ്പം പായസം തന്നെയാണ് എൻ്റെ ഇഷ്ടം. ഓക്കെ, വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പായസം പ്രിൻസ് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു പ്രിൻസ്. നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ് പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അശ്വിൻ. നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും എന്നെ അറിയാമായിരിക്കും. ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പ്രവീൺ, മ്യൂസിക് പ്ലീസ്. അശ്വിന് വേണ്ടിയുള്ള ചോദ്യം എടുത്തുകൊണ്ടിരിക്കുന്നു. അശ്വിൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, പക്ഷേ ശകലം ഗൗരവമുള്ള ചോദ്യമാണ്. പുതിയ തലമുറയ്ക്ക് നൽകുന്ന ഓണ സന്ദേശം. എല്ലാവരും നന്നായിട്ട് ഓണം ആഘോഷിക്കുക. ഒത്തുകൂടലിൻ്റെ ഒരു ഇതും കൂടെയാണല്ലോ ഓണം എന്ന് പറയുന്നത്. അപ്പോൾ അത് തുടർന്ന് പോവുക എന്നുള്ള മാത്രമേ പറയാനുള്ളൂ. ഇതുപോലെ എല്ലാവർക്കും എല്ലാ വർഷവും ഒത്തുകൂടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു. താങ്ക് യു അശ്വിൻ. നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ്, ദ ലാസ്റ്റ് പാർട്ടിസിപ്പന്റ്. ഹലോ, എൻ്റെ ഒരു മാത്യു. ഞാൻ നാട്ടിൽ മൂന്നാറിൽ നിന്നാണ് വരുന്നത്. കിങ്സിൻ്റെ 5ാമത്തെ ഓണം. ഒരേ ഒരു ചോദ്യം കൂടെ ഉള്ളൂ, അവരെ കൂടെ എടുപ്പിക്കുന്നില്ല. ലാസ്റ്റ് ചോദ്യം. കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ താങ്കൾക്ക് കുടുംബത്തിലുള്ള പങ്ക്. അതിന് നല്ല പങ്ക് തന്നെ വഹിക്കണം. നമ്മൾ നല്ലൊരു മാതൃകയായിരിക്കും, നല്ല ഒരു മോഡലായിരിക്കും. അതാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു മാത്യു. കൺഗ്രാറ്റുലേഷൻസ് ഓൾ പാർട്ടിസിപ്പൻസ്. നമ്മുടെ മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഒരു മ്യൂസിക് ഉണ്ടാവും. ആ മ്യൂസിക്കിന്റെ താളത്തിൽ നിങ്ങൾക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങാവുന്നതാണ്. മ്യൂസിക് പ്ലീസ്. മ്യൂസിക്കിലെ